ഈ ഒരു രീതിയിൽ മക്രോണി ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചിക്കനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാനും പറ്റും. ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ച് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെന്താൽ തന്നെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഊറ്റിയെടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇനി 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചത് വേണമെങ്കിൽ ഇത്തിരി ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്നങ്ങ് ചിക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതും ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിൽ ആ ഒരു വെളുത്തുള്ളി ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും. എന്നിട്ട് ഇനി മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി മുറിച്ചതും പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. അത്യാവശ്യം അങ്ങ് വഴന്ന് വന്നോട്ടെ. ഈ സമയത്തിനൊരു ഇത്തിരി ബട്ടർ കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു വൈറ്റ് സോസ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ഉള്ളിയും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തിന് ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മിക്സായി വരുന്ന സമയത്ത് നല്ല കുറുകിയിരിക്കുകയാണ്. കുറച്ചുകൂടി ഒരു ലൂസായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിലൂടെ പാല് ചേർത്ത് കൊടുത്താൽ മതി. പാല് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് മതിയാവും. പിന്നെ കുറച്ച് ഒറിഗാനോ വേണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതിങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്കാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ. പിന്നെ ചീസ് കയ്യിലുണ്ടെങ്കിൽ 2 സ്ലൈസ് ചീസ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ട കൂടെ അങ്ങ് ചേർത്ത് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു രീതിയിൽ. ഈ സമയത്ത് എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു മക്രോണി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ലാസ്റ്റ് ഒരു ഇത്തിരി മല്ലിയിലുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയായി. ഇത്ര തന്നെ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വേണം എന്നാൽ ചിക്കനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക്